So students, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞു വെച്ചിട്ടുള്ളതിൻ്റെ ബാക്കിയായിട്ടുള്ള കണ്ടിന്യൂഷൻ ആയിട്ടുള്ള ഇംപ്രോപ്പർ ഇൻ്റഗ്രൽസിൻ്റെ തന്നെ കുറച്ചധികം 3-4 പ്രോബ്ലംസ് ആണ്. ടിപ്പിക്കൽ പ്രോബ്ലംസ് എന്ന് പറയാൻ ടെക്സ്റ്റ് വർക്കൗട്ട് ആയിരിക്കാം ഒരു പക്ഷേ നിങ്ങൾക്ക് വെരിഫൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ വെച്ചിട്ടുള്ള ചില ടിപ്പിക്കൽ പ്രോബ്ലംസ് മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എന്താണ് ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ എന്നുള്ളതൊക്കെ നിങ്ങൾക്കറിയാം. ഇൻ്റഗ്രൽസ് ഓഫ് ദ ഫോം ഇൻ്റഗ്രൽ a to b f of x dx where either a equal to minus infinity or b equal to infinity or both. അതല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് ഹാസ് ഇൻഫൈനൈറ്റ് ഡിസ്കണ്ടിന്യൂറ്റി ഓൺ സർട്ടൺ പോയിന്റ്സ് ഇൻ ദ ഇൻ്റർവൽ എ ടു ബി. അത് കഴിഞ്ഞ വീഡിയോയിൽ നോക്കിയാൽ മതി. അതിൽ ഡെഫിനേഷൻ ഞാൻ പറഞ്ഞു വെച്ചിട്ടുള്ളതാണ്. വീണ്ടും പറഞ്ഞ സമയം കളയുന്നില്ല. ഞാൻ നേരിട്ട് നമുക്ക് പ്രോബ്ലത്തിലേക്ക് കിടക്കാം. എങ്ങനെ സോൾവ് ചെയ്യാന്നുള്ളതൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അതേപോലെ തന്നെയാണ് നമ്മളിവിടെ സോൾവ് ചെയ്തത്. അപ്പോൾ ചെയ്തു വരുമ്പോൾ നിങ്ങൾക്ക് അത് ഓർമ്മ വരും. ചെക്ക് ദ കൺവർജൻസ് ഓഫ് ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു എക്സ് ബൈ 1 + x² dx. അപ്പോൾ ഈ കൺവർജൻസ് ചെക്ക് ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ ഡെഫിനേഷനിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഇൻ്റഗ്രൽ കൺവെർജ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ കറസ്പോണ്ടിങ് സ്പ്ലിറ്റ് ഇൻ്റഗ്രൽസ്, അതായത് ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എന്നുള്ളതിനെയും ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു 0 പ്ലസ് ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എന്ന് പറഞ്ഞ രണ്ട് ഇൻ്റഗ്രലുകളായിട്ട് എഴുതിയിട്ട് അതിൽ ലിമിറ്റ് കൊടുത്തിട്ട് അതിന് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിലാണ് ഈ ഇൻ്റഗ്രലിൽ കൺവേർട്ട് ചെയ്യുന്നു എന്ന് പറയുന്നത്. ആ ലിമിറ്റിൻ്റെ വാല്യൂ ആണ് നമ്മുടെ ഈ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. അത് മുന്നത്തെ വീഡിയോയിലുണ്ട്. നമുക്ക് നോക്കാം അത് കൺവേർട്ട് ചെയ്യുന്നത് വെച്ചാൽ ഈ ഇൻ്റഗ്രൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ എത്രയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ, നമ്മൾ കണ്ടുപിടിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. എക്സിസ്റ്റ് ചെയ്യണമെന്ന് അറിയാനാണ് ലിമിറ്റ് ഡെഫിനിഷനൊക്കെ ഉപയോഗിക്കുന്നത്. Now integral minus infinity to infinity 2x by 1 + x² dx. മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ആണ്. ഒബ്വിയസ്ലി അത് ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ ആണ്. എയും ബിയും ഇൻഫിനിറ്റി മൈനസ് എ ബി എന്ന് പറയുന്നത് മൈനസ് ഇൻഫിനിറ്റി ആവുന്ന തരത്തിലുള്ള ഇംപ്രോപ്പർ ഇൻ്റഗ്രലാണ്. അപ്പോൾ ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി 2x by 1 + x² dx can be split as integral minus infinity to 0 2x by 1 + x² dx plus integral 0 to infinity 2x by 1 + x² dx. മൈനസ് ഇൻഫിനിറ്റി മുതൽ 0 വരെയും 0 മുതൽ ഇൻഫിനിറ്റി വരെയും ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. Now this becomes two improper integrals of first type. അതായത് നമുക്ക് ഇവിടെ ഈ ഇതിൽ നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് കൺവർജൻസ് ചെക്ക് ചെയ്യാൻ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. അപ്പോൾ ഒന്നും ചെയ്തില്ല. മൈനസ് ഇൻഫിനിറ്റി മുതൽ ഇൻഫിനിറ്റി വരെയുള്ള ഇൻ്റഗ്രലിനെ മൈനസ് ഇൻഫിനിറ്റി മുതൽ 0 വരെ പ്ലസ് 0 മുതൽ ഇൻഫിനിറ്റി വരെ ഇങ്ങനെ രണ്ട് ഇൻ്റഗ്രലുകളായിട്ട് ഞാൻ സ്പ്ലിറ്റ് ചെയ്തു. അത്ര മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇതിൽ ഞാൻ ലിമിറ്റിൻ്റെ ഡെഫിനേഷൻ അപ്ലൈ ചെയ്യാണ്. ലിമിറ്റ് ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു 0 2x by 1 + x² dx is the same as limit a tends to minus infinity integral a to 0 2x dx by 1 + x² integral limit a tends to minus infinity integral a to 0 ഇതിൻ്റെ അതേ ഫസ്റ്റ് ഡെഫിനേഷനാണ്. ഇൻ്റഗ്രൽ a to 0 2x dx divided by 1 + x² പ്ലസ് ഇവിടെയും അതേ ഡെഫിനേഷൻ ലിമിറ്റിൻ്റെ ഡെഫിനേഷൻ കൊടുക്കുമ്പോൾ ലിമിറ്റ് ഇവിടെ മുകളിലാണ് ഇൻഫിനിറ്റി ഉള്ളത്. അപ്പോൾ ലിമിറ്റ് b tends to infinity integral 0 to b 2x dx by 1 + x². ഇത് ഇംപ്രോപ്പർ ഇൻ്റഗ്രലിൻ്റെ കൺവർജൻസ് ചെക്ക് ചെയ്യാനുള്ള ഡെഫിനേഷൻ തന്നെയാണ്. അപ്പോൾ ഈ തരത്തിൽ ഈ രണ്ട് ഇൻ്റഗ്രലിനെയും ഞാൻ എഴുതി. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ എന്താ മെച്ചം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിൽ സബ്സ്റ്റിറ്റ്യൂഷനൊക്കെ കൊടുത്തിട്ട് ഇൻ്റഗ്രലിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ സാധിക്കും. എന്നിട്ട് ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോഴാണ് കൺവർജൻസ് ഡൈവർജൻസ് നമ്മൾ പറയുന്നത്. അപ്പോൾ ലിമിറ്റ് a tends to minus infinity integral a to 0 2x dx divided by 1 + x² ഇതിന് പകരം പ്ലസ് integral b tends to infinity integral 0 to b 2x by 1 + x² dx സെക്കൻഡ് ഇൻ്റഗ്രലിന് പകരം. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. ഇവിടെ ചെറിയൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഇൻ്റഗ്രലുകൾ സോൾവ് ചെയ്യാൻ പറ്റും. നമുക്ക് ലിമിറ്റ് a tends to minus infinity ഞാൻ അങ്ങനെ തന്നെ നിർത്തുകയാണ്. പകരം ഈ ഇൻ്റഗ്രലിൽ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. t = 1 + x². ഈ 1 + x² എന്നുള്ളതിന് രണ്ടിലും 1 + x² എന്നുള്ളതിന് t എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ t = 1 + x² dt എന്ന് പറയുന്നത് അല്ലെങ്കിൽ dt/dx എന്ന് പറയുന്നത് 2x ആണ്. അതായത് dt എന്ന് പറയുന്നത് 2x dx. t = 1 + x² dt അല്ലെങ്കിൽ dt/dx is simply 2x. dy/dx പോലെ dt/dx is 2x അല്ലെങ്കിൽ dt = 2x dx. dt = 2x dx. ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ ലിമിറ്റിന് ചേഞ്ച് വരും. ലിമിറ്റ് ചേഞ്ച് ചെയ്യാതെ നമുക്ക് ചെയ്യാം. ഞാനിവിടെ ലിമിറ്റ് ചേഞ്ച് ചെയ്തിട്ടാണ് ചെയ്യുന്നതെന്ന് മാത്രം. അപ്പോൾ ലിമിറ്റ് ചേഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിന് ഇപ്പോൾ ആദ്യത്തേൽ എക്സിന് 0 എന്ന് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? ആദ്യത്തെ ലിമിറ്റിൽ എക്സിന് 0 എന്ന് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ആദ്യത്തെ ലിമിറ്റ് എന്നുള്ള രണ്ടിലും 0 ഉണ്ട്. അപ്പോൾ എക്സിന് 0 എന്ന് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് t = 1 എന്ന് കിട്ടുന്നു. ഓക്കെ, അപ്പോൾ എക്സിന് പകരം t എന്ന് കൊടുക്കുമ്പോൾ
എക്സിൻ്റെ ലിമിറ്റ് 0 വരുന്ന സ്ഥാനത്ത് ടിയുടെ ലിമിറ്റ് 1 എന്ന് കൊടുക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ വെൻ എക്സ് ഈക്വൽ ടു 0 ടി ഈക്വൽ ടു 1. അപ്പോൾ ഇവിടെ 0ൻ്റെ സ്ഥാനത്ത് എന്താ, ഇത് എക്സിൻ്റെ ലിമിറ്റ് ഇൻ്റഗ്രലാണ്. അപ്പോൾ ടി വരുമ്പോൾ ഇവിടെ 0ൻ്റെ സ്ഥാനത്ത് 1 ആകും. നൗ വെൻ എക്സ് ഈക്വൽ ടു ബി വരുമ്പോൾ ടി ഈക്വൽ ടു 1 പ്ലസ് ബി സ്ക്വയർ. എക്സ് ഈക്വൽ ടു ബി ഇവിടെ ഈ പോയിന്റിൽ എക്സ് ഈക്വൽ ടു ബി എന്ന് പറയുമ്പോൾ എക്സിനെ ടി വേരിയബിൾ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് എക്സിൻ്റെ ടേംസ് നിന്ന് കംപ്ലീറ്റ് ടിയിലേക്ക് മാറ്റുമ്പോൾ ബിയുടെ സ്ഥാനത്ത് എന്ത് കൊടുക്കണം, 1 പ്ലസ് ബി സ്ക്വയർ. ഇത് നിങ്ങൾ +2 പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. എക്സ് ഈക്വൽ ടു ബി വരുമ്പോൾ ടി ഈക്വൽ ടു 1 പ്ലസ് ബി സ്ക്വയർ. നൗ എക്സ് ഈക്വൽ ടു മൈനസ് എ ഇവിടെ, അല്ലെങ്കിൽ എക്സ് ഈക്വൽ ടു എ വരുമ്പോൾ എക്സ് ഈക്വൽ ടു എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാ ഇവിടെ ഈ രണ്ടാമത്തെ ഇൻ്റഗ്രൽ എക്സ് ഈക്വൽ ടു എ, അല്ലെങ്കിൽ ഈ ഇൻ്റഗ്രൽ എക്സ് ഈക്വൽ ടു എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിന് എ എന്ന് കൊടുക്കുമ്പോൾ ടി ഈക്വൽ ടു 1 പ്ലസ് എ സ്ക്വയർ. അപ്പോൾ ഓർക്കുക, നമ്മൾ 1 പ്ലസ് എക്സ് സ്ക്വയറിന് ടി എന്ന് കൊടുത്തു. അപ്പോൾ ഡി ടി ഈക്വൽ ടു 2x dx. വേരിയബിൾ മാറ്റുന്നതിനനുസരിച്ച് ലിമിറ്റ് മാറ്റണം. അപ്പോൾ എക്സ് 0 ആകുമ്പോൾ ടി 1 ആകുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് ലിമിറ്റും ഇവിടെയും 1 ആകും. പിന്നെ എക്സ് ബി ആകുമ്പോൾ ടി എന്ന് പറയുന്നത് 1 പ്ലസ് ബി സ്ക്വയർ ആണ്. എക്സ് ബി എന്ന് കൊടുക്കുമ്പോൾ ടി ഈക്വൽ ടു 1 പ്ലസ് ബി സ്ക്വയർ. എക്സ് എ ആകുമ്പോൾ ഇവിടെ എക്സ് എ ആകുമ്പോൾ ടി ഈക്വൽ ടു 1 പ്ലസ് എ സ്ക്വയർ. അപ്പോൾ ഈ ലിമിറ്റ് നമുക്ക് ഇങ്ങനെ എഴുതാം. ലിമിറ്റ് എ ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി. എയുടെ സ്ഥാനത്ത് എക്സ് എ ആകുമ്പോൾ എന്താണ്, ടി എന്ന് പറയുന്നത് 1 പ്ലസ് എ സ്ക്വയർ ആണ്. അപ്പോൾ ഇൻ്റഗ്രൽ 1 പ്ലസ് എ സ്ക്വയർ ഇവിടെ ഇൻ്റഗ്രൽ 1 പ്ലസ് എ സ്ക്വയർ ടു എക്സ് 0 ആകുമ്പോൾ എന്താണ് ലിമിറ്റ് വരേണ്ടത്, ടി ഈക്വൽ ടു 1 ആണ്. എക്സ് 0 ആകുമ്പോൾ യു ഗെറ്റ് ടി ഈക്വൽ ടു 1. വെൻ എക്സ് ഈക്വൽ ടു 0 യു ഗെറ്റ് ടി ഈക്വൽ ടു 1. എക്സ് 0 ആകുമ്പോൾ യു ഗെറ്റ് ടി ഈക്വൽ ടു 1. പിന്നെ ബി അടുത്ത ഇൻ്റഗ്രൽ ലിമിറ്റ് പ്ലസ് ഡി ടി ബൈ ടി ആണ്. 1 പ്ലസ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ടി ആണ്. അപ്പോൾ ദിസ് ഇൻ്റഗ്രൽ ബിക്കംസ് ലിമിറ്റ് എ ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി. ഇൻ്റഗ്രൽ 1 പ്ലസ് എ സ്ക്വയർ എക്സ് എ ആകുമ്പോൾ ടി എന്ന് പറയുന്നത് 1 പ്ലസ് എ സ്ക്വയർ ആണ്. അപ്പോൾ ഇൻ്റഗ്രൽ 1 പ്ലസ് എ സ്ക്വയർ ടു എക്സ് 0 ആകുമ്പോൾ ടി എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ 1 പ്ലസ് എ സ്ക്വയർ ടു 1 ഡി ടി ബൈ ടി പ്ലസ് ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി. ഇൻ്റഗ്രൽ ഇവിടെ എക്സ് 0 ആകുമ്പോൾ ഇവിടെ 0 അല്ല ലിമിറ്റ് വരിക, ഇവിടെ ലിമിറ്റ് വരുന്നത് യു ഗെറ്റ് ദ ലിമിറ്റ് ആസ് 1. എക്സ് 0 ആകുമ്പോൾ ടിയുടെ ലിമിറ്റ് 1 ആകും. എക്സ് 0 ആകുമ്പോൾ ടിയുടെ ലിമിറ്റ് 1 ആകുന്നു. എക്സ് ബി ആകുമ്പോൾ ടിയുടെ ലിമിറ്റ് 1 പ്ലസ് ബി സ്ക്വയർ ആകും. എക്സ് ഈക്വൽ ടു 0 ടി ഈക്വൽ ടു 1 എക്സ് ഈക്വൽ ടു ബി 1 പ്ലസ് ബി സ്ക്വയർ. അപ്പോൾ ദിസ് ബിക്കംസ് ഇൻ്റഗ്രൽ ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ 1 ടു 1 പ്ലസ് ബി സ്ക്വയർ ഡി ടി ബൈ ടി. ഇങ്ങനെ രണ്ട് ഇൻ്റഗ്രലായിട്ട് വരുന്നു. ഇനി ഇവിടെ നമുക്ക് ദിസ് ഇസ് എൽ എൻ ടി. ഡി ടി ബൈ ടി ഈസ് എൽ എൻ ടി. ഡി ടി ബൈ ടി എന്ന് പറയുന്നത് എൽ എൻ ടി ആണ്. ഡി ടി ബൈ ടി ഈസ് എൽ എൻ ടി. അപ്പോൾ what happens to the limit a tends to minus infinity ln t, limit a tends to minus infinity ln t within the brackets, within the upper limit 1 and lower limit 1 plus a square, plus limit b tends to infinity limit അല്ലെങ്കിൽ ln t within the limits 1 plus b square and 1. ഒന്നുമില്ല, നമ്മളിത് ഈ ഡി ടി ബൈ ടി എന്നുള്ളതിൻ്റെ ഇൻ്റഗ്രലാണ് എൽ എൻ ടി. എൽ എൻ ടി വെച്ചിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ലിമിറ്റ് എൽ എൻ ടി വിതിൻ ദ ലിമിറ്റ്സ് 1 പ്ലസ് എ സ്ക്വയർ ടു 1 ആൻഡ് എൽ എൻ ടി വിതിൻ ദ ലിമിറ്റ്സ് 1 ടു 1 പ്ലസ് ബി സ്ക്വയർ. ഇതിൻ്റെ ലിമിറ്റും ഇതിൻ്റെ ഇൻ്റഗ്രലും എൽ എൻ ടി ആണ്, ഇതിൻ്റെ ഇൻ്റഗ്രലും എൽ എൻ ടി ആണ്. ലിമിറ്റുകളെ ഞാനൊന്നും ചെയ്യുന്നില്ല, വെറുതെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കുന്നു എന്ന് മാത്രം. ഇനി നിങ്ങൾക്ക് ഇതിൽ നോക്കിയാൽ അറിയാം, നമ്മൾ സാധാരണ ഇൻ്റഗ്രേഷൻ ആണ്, വല്ലാതെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇതിൽ ലിമിറ്റ് കൊടുത്ത് നോക്കിയാൽ അറിയാം. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എൽ എൻ 1 ദാറ്റ് ഇസ് 0, ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ മൈനസ് എൽ എൻ 1 പ്ലസ് എ സ്ക്വയർ, മൈനസ് എൽ എൻ 1 പ്ലസ് എ സ്ക്വയർ. ഇവിടെ വരുമ്പോൾ അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എൽ എൻ 1 പ്ലസ് ബി സ്ക്വയർ, എൽ എൻ 1 പ്ലസ് ബി സ്ക്വയർ മൈനസ് എൽ എൻ 1 ദാറ്റ് ഇസ് അഗെയിൻ 0. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ആസ് എ ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി ആൻഡ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി. എൽ എൻ 1 ഓൾറെഡി 0 ആണ്, പ്രത്യേകിച്ച് ഒന്നും ചെയ്യില്ല. പക്ഷേ ഇവിടെ വരുന്നത് എൽ എൻ 1 പ്ലസ് എ സ്ക്വയർ ആണ്. എ ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി, that is not defined. ln 1 plus a square as a tends to minus infinity. അങ്ങനെയല്ലേ വരും, ലിമിറ്റ് a tends to, ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ this is the same as limit, first limit a tends to minus infinity ln 1 plus a square plus limit b tends to infinity ln 1 പ്ലസ് ബി സ്ക്വയർ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്താൽ മതി. ആദ്യത്തേത് ലിമിറ്റ് എ ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി എൽ എൻ 1 പ്ലസ് എ സ്ക്വയർ പ്ലസ് ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി എൽ എൻ 1 പ്ലസ് ബി സ്ക്വയർ വരും. എക്ക് മൈനസ് ഇൻഫിനിറ്റി എന്ന് കൊടുക്കുമ്പോൾ എ സ്ക്വയർ ദാറ്റ് ഇസ് ഇൻഫിനിറ്റി സ്ക്വയർ ദാറ്റ് ഇസ് ഇൻഫിനിറ്റി. ദിസ് ലിമിറ്റ് ബിക്കംസ് ഇൻഫിനിറ്റി, ദിസ് ലിമിറ്റ് ഓൾസോ ബിക്കംസ് ഇൻഫിനിറ്റി. അതായത് ഈ ലിമിറ്റ് നോട്ട് ഡിഫൈൻഡ് അല്ല, ഇറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ്. ഡിഫൈൻഡ് ആണ്, പക്ഷേ ഇറ്റ് ഡസ് നോട്ട്
exist. ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. does not exist. this limit does not exist. അപ്പോൾ ഈ രണ്ട് ലിമിറ്റും എക്സിസ്റ്റ് ചെയ്യില്ല. രണ്ട് ലിമിറ്റും എക്സിസ്റ്റ് ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഇൻ്റഗ്രൽ ഇറ്റ് ഈസ് നോട്ട് ഡിഫൈൻഡ്, അല്ലെങ്കിൽ വി കനോട്ട് ഫൈൻഡ് ദ വാല്യൂ ഓഫ് ദിസ് പർട്ടിക്കുലർ ഇൻ്റഗ്രൽ. സോ ദിസ് ഇൻ്റഗ്രൽ ഡസ് നോട്ട് കൺവെർജ്. ഇവിടെ അങ്ങനെ വല്ലാതെ കൺഫ്യൂഷൻ ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. സാധാരണ ഇൻ്റഗ്രേഷൻ തന്നെയുള്ളൂ. നമ്മൾ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ ലിമിറ്റ് മാറ്റണം. ലിമിറ്റ് മാറ്റാതെയും ചെയ്യാം. ലിമിറ്റ് മാറ്റി ചെയ്യുമ്പോൾ അത് ശ്രദ്ധിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. എക്സിന് 0 കൊടുക്കുമ്പോൾ ടി എന്താണെന്നും എക്സിന് അതായത് എയും ബിയും കൊടുക്കുമ്പോൾ ടി എന്താണെന്നും അതിനനുസരിച്ച് വേണം ഇവിടെ എന്താ പറയുക ലിമിറ്റ് മാറ്റി കൊടുക്കാനായിട്ട്. ഇവിടെ ഡി ടി ബൈ ടിയുടെ ഇൻ്റഗ്രൽ അല്ലെങ്കിൽ 1/t ഡിയുടെ ഇൻ്റഗ്രൽ എൽ എൻ ടി ആണ്. അത്ര മാത്രമേ ഉള്ളൂ. എൽ എൻ ടി വിത്തിൻ ദ ലിമിറ്റ്സ് 1 + a² 1, എൽ എൻ ടി വിത്തിൻ ദ ലിമിറ്റ്സ് 1 to 1 + b². പിന്നെ അതായത് ലിമിറ്റ് a ടെൻസ് ടു -∞, a ടെൻസ് ടു അല്ലെങ്കിൽ b ടെൻസ് ടു ഇൻഫിനിറ്റി. വേറെ പ്രത്യേകിച്ചൊന്നും അതിലില്ല. പക്ഷേ ഈ രണ്ട് ലിമിറ്റും ഇൻഫിനിറ്റിയാണ് വരുന്നത്. അതുകൊണ്ട് ദ ഇൻ്റഗ്രൽ ഡസ് നോട്ട് കൺവെർജ്. അപ്പോൾ ഈ ദിസ് ഇൻ്റഗ്രൽ നമുക്ക് അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റില്ല. ദിസ് ഇൻ്റഗ്രൽ വിൽ നോട്ട് ഹാവ് എ വാല്യൂ ഓർ ദിസ് ഇൻ്റഗ്രൽ ഡൈവേർജസ്. Now, അടുത്തത് check the convergence of integral 0 to infinity e raised to -tx dx. Integral 0 to infinity e raised to -tx dx. ഇത് നിങ്ങൾക്ക് സാധാരണ ഇതുപോലെ തന്നെയാണ്. ഇൻ്റഗ്രൽ 0 to infinity e raised to -tx dx ഈക്വൽ ടു ലിമിറ്റ് b ടെൻസ് ടു ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ 0 to b. ഇത് ഇവിടെയാണ് ഇൻഫിനിറ്റി ഉള്ളത്. അപ്പോൾ അവിടെ b എന്ന് കൊടുത്തിട്ട് ലിമിറ്റ് b ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ ലിമിറ്റ് b ടെൻസ് ടു ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ 0 to b e raised to -tx dx. ഇവിടെ t വേരിയബിൾ അല്ല, t ഈസ് എ കോൺസ്റ്റൻറ്റ്. അല്ലെങ്കിൽ നമ്മുടെ വേരിയബിളായിട്ട് കണക്കാക്കുന്നില്ല. ടി എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ റിയൽ നമ്പർ ആണെന്നാണ് കണക്കാക്കുന്നത്. അപ്പോൾ ലിമിറ്റ് b ടെൻസ് ടു ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ 0 to b e raised to -tx dx. ഇതിൻ്റെ ലിമിറ്റ് നോക്കാം. ലിമിറ്റ് b ടെൻസ് ടു ഇൻഫിനിറ്റി ഇതിൻ്റെ ഇൻ്റഗ്രൽ നോക്കാം നമുക്ക്. ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ e raised to -ax-ൻ്റെ ഇൻ്റഗ്രൽ എന്താണ്? e raised to -ax-ൻ്റെ ഇൻ്റഗ്രൽ e raised to -ax by -a ആണ് വരിക. e raised to 2x-ൻ്റെ ഇൻ്റഗ്രൽ e raised to 2x by 2 ആണ്. അപ്പോൾ e raised to -ax-ൻ്റെ ഇൻ്റഗ്രൽ e raised to -ax by -a. അപ്പോൾ ഇവിടെ എയുടെ സ്ഥാനത്ത് അല്ലെങ്കിൽ ടി ആണ് അവിടെ കോൺസ്റ്റൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ദിസ് ലിമിറ്റ് b ടെൻസ് ടു ഇൻഫിനിറ്റി e raised to -tx by -t അല്ലെങ്കിൽ -1/t into e raised to -tx. അതാണ് ഈ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ. അപ്പോൾ ദിസ് ഇൻ്റഗ്രൽ ബിക്കംസ് അല്ലെങ്കിൽ ദിസ് ലിമിറ്റ് ബിക്കംസ് ലിമിറ്റ് b ടെൻസ് ടു ഇൻഫിനിറ്റി -1/t e raised to -tx വിത്തിൻ ദ ലിമിറ്റ്സ് 0 to b. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ -1/t ലിമിറ്റ് b ടെൻസ് ടു ഇൻഫിനിറ്റി e raised to -bt. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ e raised to -bt മൈനസ് ലോവർ ലിമിറ്റ് ആണ്. മൈനസ് ലോവർ ലിമിറ്റ് എന്ന് പറയുമ്പോൾ -x-നാണ് നമ്മൾ 0 എന്ന് കൊടുക്കുന്നത്. മൈനസ് ലോവർ ലിമിറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു പക്ഷേ 1 ആയിരിക്കാം, +1 ആയിരിക്കാം. മൈനസ് ലോവർ ലിമിറ്റ് എന്ന് കൊടുക്കുമ്പോൾ ഇവിടെ ഒരു ഓൾറെഡി ഒരു മൈനസ് ഉള്ളത് കൊണ്ട് അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ദിസ് ഇസ് മൈനസ് ഇറ്റ്സെൽഫ് -1/t ലിമിറ്റ് b ടെൻസ് ടു ഇൻഫിനിറ്റി ഈ അപ്പർ ലിമിറ്റ് e raised to -bt. എക്സിനാണ് b എന്ന് കൊടുക്കുന്നത്. മൈനസ് എക്സിന് 0 എന്ന് കൊടുക്കുമ്പോൾ മൈനസ് e raised to 0 ദാറ്റ് ഈസ് 1. അപ്പോൾ -1/t ലിമിറ്റ് b ടെൻസ് ടു ഇൻഫിനിറ്റി e raised to -bt -1. ഈ മൈനസിൻ്റെ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ 1/t ലിമിറ്റ് b ടെൻസ് ടു ഇൻഫിനിറ്റി 1 മൈനസ് e raised to -bt. 1/t ലിമിറ്റ് b ടെൻസ് ടു ഇൻഫിനിറ്റി 1 മൈനസ് e raised to -bt. ഇത് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം. ദിസ് ലിമിറ്റ് ഈസ് 1/t ഫോർ t ഗ്രേറ്റർ ദാൻ 0. t ഗ്രേറ്റർ ദാൻ 0 വരുമ്പോൾ ഇവിടെ ഈ t ഗ്രേറ്റർ ദാൻ 0 വരുമ്പോൾ -bt എന്ന് പറയുന്നത് t പോസിറ്റീവാണ്. അതായത് t ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പോൾ -bt എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് e raised to a നെഗറ്റീവ് പവറാണ് വരിക. e raised to സംഭവം -bt ആണ്. t ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ ഇത് നെഗറ്റീവ് ആയിരിക്കും. ഈ പവർ e raised to നെഗറ്റീവ് പവർ ആയിരിക്കും. e raised to നെഗറ്റീവ് പവർ. അപ്പോൾ b ടെൻസ് ടു ഇൻഫിനിറ്റി കൂടെ വരുമ്പോൾ ദിസ് ബിക്കംസ് 0. this limit becomes 0 when t greater than 0. this limit ഇതിൻ്റെ ലിമിറ്റ് b tends to infinity. this one t greater than 0 ആണ്. അപ്പോൾ -bt ആയതുകൊണ്ട് e raised to -infinity ആണ് വരിക. e raised to -infinity വരുമ്പോൾ that is 0. അപ്പോൾ 1/t into 1 minus 0 വരും. 1/t into 1 minus 0 എന്ന് 1/t into 1 that is 1/t itself. അപ്പോൾ t greater than 0 the limit is 1/t. value of the integral is 1/t. when t less than 0 വരുമ്പോൾ ഇത് പോസിറ്റീവ് പവർ ആകും. this becomes a positive power on e. യുടെ ഒരു പോസിറ്റീവ് പവർ വരുമ്പോൾ e raised to and b tends to infinity ആണ്. b tends to infinity എന്ന് പറയുമ്പോൾ e raised to infinity ആണ് വരിക. e raised to infinity this becomes e raised to infinity.
കാരണം ടി എന്ന് പറയുന്നത് നെഗറ്റീവാണ്, ഇവിടെ ഒരു ഓൾറെഡി ഒരു നെഗറ്റീവ് ഉണ്ട്. അപ്പോൾ ബി ടി എന്ന് അത് പോസിറ്റീവായിട്ട് നിൽക്കും. ഈ ആൻഡ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് പറയുമ്പോൾ ഇ റേസ് ടു ഇൻഫിനിറ്റി. നല്ലോണം ശ്രദ്ധിക്കുക, ചെയ്ത് നോക്കണം. ഞാൻ പ്രോബ്ലം ആയതുകൊണ്ട് നിങ്ങൾ ചെയ്ത് നോക്കാതെ അത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. പക്ഷേ വീഡിയോയിൽ എനിക്ക് ഇങ്ങനെ കാണിച്ചു തരാൻ സാധിക്കുകയുള്ളൂ. വർക്കൗട്ട് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരുപക്ഷെ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഇവിടെ ബി ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് കൊടുക്കുമ്പോൾ വെൻ ടി ഈസ് ലെസ് ദാൻ 0 ദിസ് ബിക്കംസ് പോസിറ്റീവ് പവർ. അപ്പോൾ ബി ടെൻസ് ടു ഇൻഫിനിറ്റി വരുമ്പോൾ ഇ റേസ് ടു ഇൻഫിനിറ്റിയാണ് വരിക. ദാറ്റ് ഈസ് ഇവിടെ ഒരു മൈനസ് ഉള്ളതുകൊണ്ട് ദാറ്റ് ബിക്കംസ് മൈനസ് ഇൻഫിനിറ്റി. അപ്പോൾ വെൻ ടി ഗ്രേറ്റർ ദാൻ 0 ദ ലിമിറ്റ് ഇസ് 1/t. ടി എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്, അല്ലെങ്കിൽ റിയൽ നമ്പർ ആണ്. അപ്പോൾ ടി ഗ്രേറ്റർ ദാൻ 0 വരുമ്പോൾ 1/t ആണ്, ടി ലെസ് ദാൻ 0 വരുമ്പോൾ മൈനസ് ഇൻഫിനിറ്റി ആണ്. നൗ ടി ഈക്വൽ ടു 0 വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ടി ഈക്വൽ ടു 0 വി ഗെറ്റ് ഈ ഇൻ്റഗ്രലിൽ 0 എന്ന് കൊടുക്കുക. അപ്പോൾ ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് ടി എക്സ് ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ദിസ് ബിക്കംസ് 1. ടിക്ക് 0 എന്ന് കൊടുക്കുമ്പോൾ ദിസ് ബിക്കംസ് 1. അപ്പോൾ ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഡി എക്സ്. ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഡി എക്സ് എന്ന് പറയുന്നത് എക്സ് വിത്തിൻ ദ ലിമിറ്റ് 0 ടു ഇൻഫിനിറ്റി ദാറ്റ് ഈസ് ഇൻഫിനിറ്റി ഇറ്റ്സെൽഫ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ടി ഗ്രേറ്റർ ദാൻ 0 വരുമ്പോൾ 1/t ഒരു പർട്ടിക്കുലർ വാല്യൂ കിട്ടുന്നുണ്ട് ഇൻ്റഗ്രലിന്. ടി ലെസ് ദാൻ 0 വരുമ്പോൾ മൈനസ് ഇൻഫിനിറ്റി, ടി ഗ്രേറ്റർ ദാൻ 0 വരുമ്പോൾ അല്ലെങ്കിൽ ടി ഈക്വൽ ടു 0 വരുമ്പോൾ ഇൻഫിനിറ്റി. അപ്പോൾ എപ്പോഴാണ് ഈ ഇൻ്റഗ്രൽ കൺവേർജ് ചെയ്യുന്നത്? ഓൺലി വെൻ ടി ഗ്രേറ്റർ ദാൻ 0 ദിസ് ഇൻ്റഗ്രൽ കൺവേർജസ് only when t greater than 0 and diverges or does not exist for t less than or equal to 0. ലെസ് ദാൻ 0 വരുമ്പോഴും ഈക്വൽ ടു 0 വരുമ്പോഴും ഒന്ന് മൈനസ് ഇൻഫിനിറ്റിയും ഒന്ന് ഇൻഫിനിറ്റിയുമാണ്. അതുകൊണ്ട് തന്നെ ദിസ് ഇൻ്റഗ്രൽ കൺവേർജസ് ഓൺലി വെൻ ടി ഗ്രേറ്റർ ദാൻ 0. വളരെ എളുപ്പമുള്ളതാണ്, ചെയ്തു വരുമ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അതിപ്പോൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഇതേ സ്റ്റെപ്പ് വെച്ചിട്ട് ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. ടെക്സ്റ്റിൽ വർക്കൗട്ട് ആയിരിക്കും, ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. ടിപ്പിക്കൽ പ്രോബ്ലം ആയതുകൊണ്ട് ഞാൻ എടുത്ത് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സോ വർക്ക് ഇറ്റ് ഔട്ട് യുവർ സെൽഫ്, അത് നിങ്ങൾക്ക് ക്ലിയർ ആവും. സോ ടി ഗ്രേറ്റർ ദാൻ 0 വരുമ്പോൾ ഇൻ്റഗ്രൽ എക്സിസ്റ്റ് ചെയ്യും അല്ലെങ്കിൽ കൺവേർജ് ചെയ്യും, അല്ലാത്ത പക്ഷം അത് ഡൈവേർജ് ചെയ്യും. അതേപോലെ തന്നെ ഒരു പ്രോബ്ലമാണ് ഈ പറയുന്നത്. വെരിഫൈ ദ കൺവർജൻസ് ഓഫ് ഇൻ്റഗ്രൽ എ ടു ഇൻഫിനിറ്റി 1/x റേസ് ടു p dx. ഇതേപോലെ തന്നെ ചെയ്ത് നോക്കാം. ഇൻ്റഗ്രൽ എ ടു ഇൻഫിനിറ്റി 1/x റേസ് ടു p dx ഈക്വൽ ടു ഇവിടെയാണ് ഇൻഫിനിറ്റി. അപ്പോൾ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് ലിമിറ്റ് b ടെൻസ് ടു ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ a ടു b 1/x റേസ് ടു p dx. സാധാരണ ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ സോൾവ് ചെയ്യേണ്ട മെത്തേഡ് തന്നെ. ലിമിറ്റ് b ടെൻസ് ടു ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ a ടു b 1/x റേസ് ടു p dx. ലിമിറ്റ് ഇതിനെ ഇവിടെ ഞാൻ ഇൻ്റഗ്രേറ്റ് ചെയ്യാണ്. എക്സ് റേസ് ടു മൈനസ് പി ആണ്. എക്സ് റേസ് ടു മൈനസ് പി ഡി എക്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുമ്പോൾ എക്സ് റേസ് ടു മൈനസ് പി പ്ലസ് 1 ഡിവൈഡഡ് ബൈ മൈനസ് പി പ്ലസ് 1. എക്സ് റേസ് ടു എന്നിൻ്റെ എക്സ് റേസ് ടു എൻ പ്ലസ് 1 ബൈ എൻ പ്ലസ് 1 എന്ന് പറയുന്ന പോലെ ഇവിടെ എക്സ് റേസ് ടു ഇവിടെ വേണമെങ്കിൽ ഒരു സ്റ്റെപ്പും കൂടെ ഞാൻ എക്സ്ട്രാ ആയിട്ട് എഴുതാം. ദിസ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ എ ടു ബി എക്സ് റേസ് ടു മൈനസ് പി ഡി എക്സ്. എക്സ് റേസ് ടു മൈനസ് പി ഡി എക്സ്. അപ്പോൾ അതിൻ്റെ ഇൻ്റഗ്രൽ വരിക എക്സ് റേസ് ടു മൈനസ് പി ബൈ മൈനസ് പി പ്ലസ് 1. എക്സ് റേസ് ടു മൈനസ് പി പ്ലസ് 1 ഡിവൈഡ് ബൈ മൈനസ് പി പ്ലസ് 1, അതായത് 1 മൈനസ് പി പ്ലസ് 1 മൈനസ് പി പ്ലസ് 1 ആണ്. അപ്പോൾ അതിന് 1 മൈനസ് പി എന്ന് എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ദിസ് ഇസ് ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി എക്സ് റേസ് ടു മൈനസ് പി പ്ലസ് 1 ഡിവൈഡ് ബൈ മൈനസ് പി പ്ലസ് 1 അല്ലെങ്കിൽ 1 മൈനസ് പി വിതിൻ ദ ലിമിറ്റ്സ് എ ടു ബി. ഓക്കെ, ഇതിൻ്റെ സാധാരണ ഇൻ്റഗ്രൽ അത് മാത്രമേ എഴുതിയിട്ടുള്ളൂ. എക്സ് റേസ് ടു മൈനസ് പിയുടെ ഇൻ്റഗ്രൽ എക്സ് റേസ് ടു മൈനസ് പി പ്ലസ് 1 ഡിവൈഡഡ് ബൈ മൈനസ് പി പ്ലസ് 1 അല്ലെങ്കിൽ 1 മൈനസ് പി. മൈനസ് പി പ്ലസ് 1 ഇസ് സെയിം ആസ് 1 മൈനസ് പി. മൈനസ് പി പ്ലസ് 1 1 മൈനസ് പിയും സെയിം തന്നെയാണ്. അപ്പോൾ ദിസ് ഇസ് ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി. ഇവിടെ ഞാൻ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുകയാണ്. ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് ബി പവർ 1 മൈനസ് പി മൈനസ് ലോവർ ലിമിറ്റ് മൈനസ് എ പവർ 1 മൈനസ് പി ബി പവർ 1 മൈനസ് പി മൈനസ് എ പവർ 1 മൈനസ് പി ഡിവൈഡഡ് ബൈ 1 മൈനസ് പി. 1 മൈനസ് പി കോൺസ്റ്റൻ്റ് ആണ്. 1 മൈനസ് പി വിച്ച് ഇസ് ഈക്വൽ ടു 1/1 മൈനസ് പി ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി. ഈ 1 മൈനസ് പി ഞാൻ പുറത്തേക്ക് എടുത്തു. 1/1 മൈനസ് പി ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി ബി റേസ് ടു 1 മൈനസ് പി മൈനസ് എ റേസ് ടു 1 മൈനസ് പി. ഇവിടെ ഞാനൊന്നും ചെയ്യുന്നില്ല. ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി ബി റേസ് ടു 1 മൈനസ് പി മൈനസ് എ റേസ് ടു 1 മൈനസ് പി. സാധാരണ ഇൻ്റഗ്രേഷനാണ്. ഇവിടെ ഞാൻ ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ പോകണം. അല്ലെങ്കിൽ ഇതിനൊന്നുകൂടെ സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒന്നുകൂടെ മാറ്റി എഴുതുകയാണെങ്കിൽ 1/1 മൈനസ് പി ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി ബി റേസ് ടു 1 മൈനസ് പി മൈനസ് എ റേസ് ടു 1 മൈനസ് പി ബൈ 1 മൈനസ് പി. ഇതൊരു കോൺസ്റ്റൻ്റ് ആണ്. ബിയിലാണ് ലിമിറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ എ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് നമുക്ക് ഈ ലിമിറ്റ് അങ്ങ് സ്പ്ലിറ്റ് ചെയ്യാം. ഇവിടെ ഇതിന് പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നും സംഭവിക്കില്ല. അപ്പോൾ 1/1 മൈനസ് പി ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി ബി റേസ് ടു 1 മൈനസ് പി മൈനസ് ഇവിടെ ലിമിറ്റിന് ഒന്നും ചെയ്യാനില്ല. അപ്പോൾ ഇറ്റ് ഈസ് എ കോൺസ്റ്റൻ്റ്. അപ്പോൾ എ പവർ 1 മൈനസ് പി ബൈ 1 മൈനസ് പി എന്ന് എഴുതുക. ലിമിറ്റ് സ്പ്ലിറ്റ് ചെയ്തു. ഈ ലിമിറ്റിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഇവിടെ മാത്രമായിരിക്കും ലിമിറ്റ്, കാരണം ഇവിടെ മാത്രമേ ബി ഉള്ളൂ, ഇവിടെ ബി ഇല്ല.
ഇതിൽ ബി ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഈ രീതിയിൽ എഴുതാൻ സാധിക്കും. 1/1 മൈനസ് പി ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി ബി റേസ് ടു 1 മൈനസ് പി മൈനസ് ദിസ് പർട്ടിക്കുലർ, ഇതൊരു കോൺസ്റ്റൻ്റ് ആണ്. നൗ വാട്ട് വിൽ ഹാപ്പൻ ടു ദിസ് ലിമിറ്റ്? p greater than 0, p greater than 0 അല്ല p greater than 1, p greater than 1 വരുമ്പോൾ എന്താ സംഭവിക്കുക? p greater than 1 വരുമ്പോൾ b റേസ് ടു നെഗറ്റീവ് പവർ വരും. p greater than 1 ആണ്, അപ്പോൾ ഈ പവർ എന്ന് പറയുന്നത് നെഗറ്റീവ് ആകും. ആൻഡ് വെൻ b ടെൻസ് ടു ഇൻഫിനിറ്റി, ഈ b ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് പറയുമ്പോൾ ഇൻഫിനിറ്റിയുടെ നെഗറ്റീവ് പവറാണ് വരിക. ഇൻഫിനിറ്റി റേസ് ടു സം നെഗറ്റീവ് നമ്പർ, അപ്പോൾ 1/∞ ആണ് വരിക. അപ്പോൾ ദാറ്റ് ബിക്കംസ് 0. അപ്പോൾ ദിസ് ലിമിറ്റ് ബിക്കംസ് 0. This limit becomes 0 and this is equal to 0 limit and when it is 0 alla, this becomes when b tends to infinity 1/1 minus p limit b tends to infinity b raised to 1 minus p minus ഇവിടെ a to the power 1 minus p by 1 minus p. അപ്പോൾ ഇവിടെ 0 അല്ല വരിക, ഇവിടെ ഒരു ലിമിറ്റ് വരുന്നത് when p greater than 1 വന്നു കഴിഞ്ഞാൽ p greater than 1 വരുമ്പോൾ this becomes a 1/p that is minus of a power 1 minus p divided by 1 minus p whole square എന്നുള്ളതായിരിക്കും വരിക. Anyway, that limit exists. This limit exists when ഇത് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. This limit exists when b tends to infinity. When p greater than 0, this limit exists. ഒരു പ്രത്യേക വാല്യൂ അതിനുണ്ടാകും. 0 അല്ല വരെ ഒരു പ്രത്യേക വാല്യൂ ആണ് ഈ ലിമിറ്റിന് ഉണ്ടാവുക. ദാറ്റ് ലിമിറ്റ് exists. Now when p less than 1 വരുമ്പോൾ ഇവിടെ പോസിറ്റീവ് പവർ ഓഫ് b വരും. പോസിറ്റീവ് പവർ ഓഫ് b എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ b tends to infinity ആയതുകൊണ്ട് ഇൻഫിനിറ്റി റേസ് ടു സം പോസിറ്റീവ് പവർ. അപ്പോൾ this whole thing becomes infinity. അപ്പോൾ p less than 1, this limit becomes infinity. When p greater than 1, this limit exists. അതൊന്ന് വെരിഫൈ ചെയ്ത് നോക്കണം. ഇവിടെ എനിക്കൊന്ന് ഇവിടെ എക്സിസ്റ്റ് ചെയ്യും, എന്തായാലും ലിമിറ്റ് വിൽ എക്സിസ്റ്റ്, അത്ര ഞാൻ പറയുന്നുള്ളൂ. അതൊന്നും കൂടെ ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കാനുണ്ട്. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് p greater than 1 വരുമ്പോൾ. ഇവിടെ പക്ഷേ p less than 1 വരുമ്പോൾ ഇൻഫിനിറ്റിയാണ് വരിക. ദ ഇൻ്റഗ്രൽ ഡൈവർജസ്. Now p equal to 1 വരുമ്പോൾ I equal to integral a to infinity 1/x dx. pക്ക് ഇതിൽ 1 എന്ന് കൊടുക്കുമ്പോൾ 1/x dx ആയിരിക്കും വരിക. p equal to 1 എന്ന് കൊടുക്കുമ്പോൾ this becomes integral a to infinity 1/x dx. That is ln x, 1/x ന്റെ integral ln x ആണ്. ln x within the limits a to infinity, that is obviously infinity. അപ്പോൾ p equal to 1 ഉം p less than 1 വരുമ്പോൾ this integral diverges. ഈ ലിമിറ്റിൻ്റെ കേസ് ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഇവിടെ എനിക്ക് സ്ഥലമില്ല, ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഇത് എന്താണ് ഇത് വരിക എന്നുള്ളത്. p greater than 1 വരുമ്പോൾ വാട്ട് ഇസ് ദ എക്സാക്ട് വാല്യൂ ഓഫ് ദ ലിമിറ്റ് എന്നുള്ളത് ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കണം. ഒരു ഹോംവർക്കായിട്ട് ചെയ്താൽ മതി. ഇവിടെ സ്ഥലമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ p greater, പക്ഷേ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യും. p greater than 1 വരുമ്പോൾ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നു. p less than 1 വരുമ്പോൾ ലിമിറ്റ് ഇൻഫിനിറ്റിയും p equal to 1 വരുമ്പോഴും ഇൻഫിനിറ്റിയാണ്. സോ ദ ഇൻ്റഗ്രൽ കൺവെർജസ് ഫോർ p greater than 1 ആൻഡ് ഡൈവർജസ് if p less than or equal to 1. അപ്പോൾ ഇതാണ് ഈ ഒരു പ്രോബ്ലത്തിനെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്. ഈ ലിമിറ്റ് ഒന്ന് ഹോംവർക്കായിട്ട് ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. കിട്ടാതിരിക്കില്ല, ടെക്സ്റ്റിൽ വർക്കൗട്ടാണ്, ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ ഇവിടെ സ്ഥലത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്, ഞാനത് വല്ലാതെ നീണ്ടുപോയി കഴിഞ്ഞാൽ ഇത് മുഴുവൻ ഞാൻ മാറ്റേണ്ടി വരും. അതുകൊണ്ട് തൽക്കാലത്തിന് യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദിസ് ലിമിറ്റ് എക്സിസ്റ്റ് വെൻ p greater than 1. കാരണം ഈ ലിമിറ്റ് ഇത് 0 ആയി പോകും. ദിസ് ലിമിറ്റ് ബിക്കംസ് 0. ഇത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. എനിവേ ദാറ്റ് ലിമിറ്റ് എക്സിസ്റ്റ്. സോ ഇൻ്റഗ്രൽ കൺവെർജസ് ഫോർ p greater than 1 ആൻഡ് ഡൈവർജസ് ഫോർ p less than or equal to 1. അടുത്തൊരു പ്രോബ്ലം കൂടി ചെയ്തിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഇത് കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു പ്രോബ്ലമാണ്. കൺഫ്യൂസിങ് അല്ല, കുറച്ച് എക്സ്ട്രാ വർക്ക് വേണ്ട ഒരു പ്രോബ്ലമാണ്. ഇവാലുവേറ്റ് ലിമിറ്റ് ഇൻ്റഗ്രൽ 3 to infinity 2du by u square minus 2u. ഇവിടെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇവിടെ എഴുതിയിട്ടുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കാം. ഇൻ്റഗ്രൽ 3 to infinity 2du by u square minus 2u equal to integral 3 to infinity 2du divided by u into u minus 2. ഇതിന് u ഔട്ട് സൈഡ് എടുത്തത്രേ ഉള്ളൂ, u into u minus 2. ദാറ്റ് ഈസ് ലിമിറ്റ്. ഇവിടെ ലിമിറ്റ് b ടെൻസ് ടു ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ 3 to b 2du divided by u into u minus 2. ഈ ഒരു ഇൻ്റഗ്രലിനെ ഈ ലിമിറ്റ് വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്തു, അല്ലെങ്കിൽ ലിമിറ്റ് വെച്ച് എക്സ്പ്രസ് ചെയ്തു. ലിമിറ്റ് b ടെൻസ് ടു ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ 3 to b 2du by u into u minus 2. Now this is 2du by u into u minus 2 എന്നുള്ളതിനെ ഞാൻ പാർഷ്യൽ ഫ്രാക്ഷൻ ആക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്യണത്. ഇങ്ങനെയാണ് ചെയ്യുന്നത്. 2 by u into u minus 2 equal to a by u plus b by u minus 2.
അതായത് പാർഷ്യൽ ഫ്രാക്ഷൻ ആക്കിയാൽ മാത്രമേ നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ സൗകര്യം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ 2/u × u - 2 = a/u + b/u - 2. നൗ ഞാൻ ന്യൂമറേറ്റേഴ്സ് ഇക്വേറ്റ് ചെയ്യുകയാണ്. ന്യൂമറേറ്റേഴ്സ് ഇക്വേറ്റ് ചെയ്യുന്ന സമയത്ത് 2 = a × u - 2 + b × u. അടിയിലത്തെ ഡിനോമിനേറ്റർ ക്യാൻസൽ ആക്കി കളയാം. അങ്ങനെ വരുമ്പോൾ 2 = a × u - LCM എടുക്കുകയാണ്. a × u - 2 + b × u. Now when u = 0, you get a = -1. യുക്ക് 0 എന്ന് കൊടുക്കുമ്പോൾ അപ്പോൾ 2 = a × u - 2 + b × u ആണ്. യുക്ക് 0 എന്ന് കൊടുക്കുമ്പോൾ a = -1, യുക്ക് 2 എന്ന് കൊടുക്കുമ്പോൾ b = 1. ഓക്കെ, അപ്പോൾ എയുടെയും ബിയുടെയും പാർഷ്യൽ ഫ്രാക്ഷൻ ആക്കുകയാണ്, വേറെ ഒന്നും ചെയ്യുന്നില്ല. എയുടെയും ബിയുടെയും വാല്യൂ ഇവിടെ കിട്ടി. a = -1, b = 1. a = -1 and b = 1. അപ്പോൾ what happens to this particular integral? This particular integral becomes limit b tends to infinity integral 3 to b du/u - 2. ഈ ബിക്ക് പകരം ഞാൻ 1 എന്ന് കൊടുത്തു ആൻഡ് എക്ക് പകരം ഞാൻ -1 എന്ന് കൊടുത്തു. അപ്പോൾ -1/u + 1/u - 2 ആണ് വരാം. ഈ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ -1/u + 1/u - 2 എന്ന് വരും. അത് തന്നെയാണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത്. -1/u + 1/u + 1/u - 2 1/u - 2. അപ്പോൾ ഈ ഇൻ്റഗ്രലിനെ പാർഷ്യൽ ഫ്രാക്ഷൻ ആക്കി ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതാണ് ഇതിൽ കൺഫ്യൂസിങ് ആയിട്ടുള്ളത്. ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കണം. ഇതാണ് അതിൻ്റെ സ്പ്ലിറ്റപ്പ് വരിക. അപ്പോൾ this integral becomes limit b tends to infinity integral 3 to b du/u - 2. ദാ ഇവിടെ b 1 ആണ്, അതാണ് 1/u - 2 du/u - 2. a എന്ന് പറയുന്നത് -1 ആണ്. അപ്പോൾ മൈനസ് integral 3 to b du/u integral 3 to b du/u - 2 minus integral 3 to b du/u. That is ഇനി ഇവിടെ സാധാരണ ഇൻ്റഗ്രേഷൻ ആണ്. ലിമിറ്റ് b tends to infinity ln u - 2. ഇതിൻ്റെ ഇൻ്റഗ്രൽ 1/u - 2 ഇൻ്റഗ്രൽ ln u - 2 ആണ്. അപ്പോൾ ലിമിറ്റ് b tends to infinity ln u - 2 മൈനസ് ഇതിൻ്റെ ഇൻ്റഗ്രൽ ln u 1/u duൻ്റെ ഇൻ്റഗ്രൽ ln u ആണ്. അപ്പോൾ ln u - 2 മൈനസ് ln u വിതിൻ ദ ലിമിറ്റ്സ് 3 to b. ഓക്കെ, അപ്പോൾ ലിമിറ്റ് b tends to infinity ln u - 2 മൈനസ് ln u വിതിൻ ലിമിറ്റ്സ് 3 to b. പ്രോബ്ലംസ് ആണ്. വീണ്ടും പറയുന്നു, നിങ്ങൾ സ്വയം വർക്കൗട്ട് ചെയ്താൽ ഇത് മനസ്സിലാവുകയുള്ളൂ, അല്ലെങ്കിൽ ഈ പറഞ്ഞത് ഒന്നും മനസ്സിലാവുകയില്ല. ഒന്ന് സ്വയം ഇത് വെച്ചിട്ട് ഈ എക്സ്പ്ലനേഷൻ വെച്ചിട്ട് ഒന്ന് സ്വയം വർക്കൗട്ട് ചെയ്ത് റഫ് പേപ്പർ ഒന്ന് എടുത്ത് വർക്കൗട്ട് ചെയ്ത് നോക്കുക. ലിമിറ്റ് b tends to infinity ln u - 2 മൈനസ് ln u വിതിൻ ലിമിറ്റ്സ് 3 to b. ഇനി അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുത്തിട്ടുള്ള സിംപ്ലിഫിക്കേഷൻ ആണ്. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ലിമിറ്റ് b tends to infinity ln b - 2 മൈനസ് ln b - 2 മൈനസ് ln b മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ln 3 - 2 ദാറ്റ് ഈസ് 1 ln 1 മൈനസ് ln 3 ln 1 മൈനസ് ലോവർ ലിമിറ്റ് ln 3 യുക്കാണ് ലിമിറ്റ് കൊടുക്കുന്നത്. അപ്പോൾ ln b - 2 മൈനസ് ln b ഇത് അപ്പർ ലിമിറ്റാണ്. മൈനസ് ലോവർ ലിമിറ്റ് എന്ന് പറയുമ്പോൾ ln 3 - 2 ദാറ്റ് ഈസ് ln 1 മൈനസ് ln 3 ln 1 മൈനസ് ln 3 ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ. ഇവിടെ ln b - 2 മൈനസ് ln b ln b - 2 മൈനസ് ln b. അപ്പോൾ അതിൽ ln m മൈനസ് ln n is ln m/n. കോഷൻ റൂളാണ്. അപ്പോൾ ലിമിറ്റ് b tends to infinity ln b - 2/b ln b - 2/b ln m മൈനസ് ln n is ln m/n. അപ്പോൾ ലിമിറ്റ് b tends to infinity ln b - 2/b പ്ലസ് ഈ ln 1 0 ആണ്, ഇവിടെ മൈനസ് മൈനസ് പ്ലസ് ആകും. അപ്പോൾ ln 3. ഓക്കെ, അപ്പോൾ ലിമിറ്റ് b tends to infinity ln b - 2/b പ്ലസ് ln 3 ln b - 2/b ln m മൈനസ് വീണ്ടും പറയുന്നു ln m മൈനസ് ln n is ln m/n. അപ്പോൾ അതാണ് ഇവിടെ ഉപയോഗിച്ചത് ln b - 2/b പ്ലസ് ln 1 0 മൈനസ് മൈനസ് പ്ലസ് ആകും, ദാറ്റ് ഇസ് പ്ലസ് ln 3. ഇതിനെ ഞാൻ ഒന്നും കൂടെ സ്പ്ലിറ്റ് ചെയ്യുകയാണ്. ലിമിറ്റ് b tends to infinity ln 1 - 2/b b എന്ന് പറയുന്നത് b/b is 1 minus 2/b. ലിമിറ്റ് b tends to infinity ln 1 - 2/b പ്ലസ് ln 3. സൂം ചെയ്യണം, അത്ര ക്ലാരിറ്റി ഉണ്ടാവില്ല. ln b tends to infinity ln 1 - 2/b പ്ലസ് ln 3. അപ്പോൾ ബിക്ക് ഇൻഫിനിറ്റി എന്ന് കൊടുക്കുമ്പോൾ ദിസ് ബിക്കംസ് 0. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ബിക്ക് ഇൻഫിനിറ്റി എന്ന് കൊടുക്കുക. അപ്പോൾ ദിസ് ക്വാണ്ടിറ്റി ബിക്കംസ് 0. അപ്പോൾ ഇത് ln 1 മാത്രമാകും. ഓക്കെ, ലിമിറ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇത് ln 1 ദിസ് ബിക്കംസ് ln 1. കാരണം b tends to 0 വരുമ്പോൾ 2/b, b tends to infinity വരുമ്പോൾ 2/b 0 ആകും. അപ്പോൾ ദിസ് ബിക്കംസ് ln 1 is 0. അപ്പോൾ ഇവിടെ ln 3 മാത്രമാകും. അപ്പോൾ ലിമിറ്റ് b tends to infinity ദിസ് ഹോൾ ക്വാണ്ടിറ്റി റെഡ്യൂസസ് ടു
ln3. അഗെയിൻ ഒന്നും കൂടെ വർക്കൗട്ട് ചെയ്ത് നോക്കുക. 2/b ആണ്, ബിക്ക് ഇൻഫിനിറ്റി എന്ന് കൊടുക്കുമ്പോൾ 2/∞, ദാറ്റ് ഇസ് 0. അപ്പോൾ ln1 മാത്രമാവും ഇവിടെ. ln1 പ്ലസ് ln3. ln1 is 0, ln3 ആൻസർ ഇസ് ln3. അപ്പോൾ ഇതാണ് ആ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ ആൻഡ് ഇൻ്റഗ്രൽ കൺവെർജസ്. അപ്പോൾ ആദ്യത്തെ ഇൻ്റഗ്രൽ ഓർക്കുക, ലിമിറ്റ് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല, ദ ഇൻ്റഗ്രൽ ഡൈവർജസ്. രണ്ടാമത്തെ ഇൻ്റഗ്രലിൽ ലിമിറ്റ് കണ്ടുപിടിക്കുന്നുണ്ട്, ചില പർട്ടിക്കുലർ സിറ്റുവേഷൻസിൽ മാത്രമേ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുകയുള്ളൂ, അപ്പോൾ ആ സിറ്റുവേഷൻസിൽ കൺവെർജ് ചെയ്യും, അല്ലാത്ത പക്ഷം അത് ഡൈവേർജ് ചെയ്യും. മൂന്നാമത്തെ ഇൻ്റഗ്രലും അങ്ങനെ തന്നെയാണ്. ഈ ഒരു പ്രോബ്ലം, ഈ ഒരു ഇത് നിങ്ങളൊന്നും കൂടെ വർക്കൗട്ട് ചെയ്ത് നോക്കുക. p greater than 1 വരുമ്പോൾ എനിവേ ലിമിറ്റ് വിൽ എക്സിസ്റ്റ് ആൻഡ് ദ ഇൻ്റഗ്രൽ കൺവെർജസ്. p ലെസ് ദാൻ 1ഉം p ഈക്വൽ ടു 1ഉം വരുമ്പോൾ ദ ഇൻ്റഗ്രൽ ഡൈവേർജസ്. ഇവിടെ പക്ഷേ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. വി ഗെറ്റ് ദ വാല്യൂ ആസ് ln3. ആ കൂടി ചെയ്യാനുള്ളത് ഇവിടെ പാർഷ്യൽ ഫ്രാക്ഷൻ ആക്കണം, ഇവിടെ നാച്ചുറൽ ലോഗരിതത്തിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ഉപയോഗിക്കണം. ഇതിനൊക്കെയാണ് നമ്മൾ മുന്നത്തെ പോർഷൻസിൽ നാച്ചുറൽ ലോഗരിതം എന്താണെന്നൊക്കെ പഠിച്ചിട്ടുള്ളത്. വേണ്ട സമയത്ത് ഇതെല്ലാം അപ്ലൈ ചെയ്യുക. ആൻഡ് ഐ ആം സ്റ്റോപ്പിംഗ് ഹിയർ. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കിലേക്ക്, അടുത്ത കാര്യങ്ങളിലേക്ക് നമ്മൾ പോകുന്നതായിരിക്കും. താങ്ക് യു.